അടച്ചിട്ടാണല്ലോ പോയത്. അതോ ഇനി അടച്ചില്ലേ? ദൈവമേ, കഴിഞ്ഞ ദിവസം കൂടെ അപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടിലൊക്കെ കള്ളന്മാര് കയറിയതേ ഉള്ളൂ. ഭഗവാനെ. താരേ താരേ, ഈ ആട്ടുതൊട്ടിൽ എന്തോ കിടന്ന് ആടുന്നേ? കാറ്റുകൊണ്ടായിരിക്കും. ഈ തടിയുടെ സാധനമോ? ചിലപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. നീ എന്തോടെ ഇത്ര അണിഞ്ഞൊരുക്കിയിരിക്കുന്നേ? ചേട്ടൻ വരുമെന്ന് പറഞ്ഞില്ലേ, അതാ. എന്ന് പറഞ്ഞ് ഷാളെന്തി? ഷോൾ ഇവിടെ ഉണ്ട്. എന്താ ഇടാഞ്ഞേ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ എന്തിനാ ഇടുന്നേ? ആരും ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അപ്പുറത്തെ വീട്ടിൽ വീട് പണി കിടക്കുന്ന കണ്ടില്ലയോ? ഓ, അതോ അവന്മാര് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വല്ലതും ഇങ്ങോട്ട് വരുന്നുണ്ടോ? കഥ എന്തിനാടി തുറന്നിട്ടെ? അത് ചേട്ടൻ വരുന്ന സമയമായല്ലോ, ചേട്ടനെ വിളിച്ചു പറഞ്ഞില്ലേ ഇപ്പൊ വരുമെന്ന്, അതാ ഞാൻ തുറന്നിട്ടെ. അതിന് നേരത്തെ അങ്ങ് തുറന്നിട്ട്? അതോ ഏതെങ്കിലും അവന്മാരെ കട്ടിലിൻ്റെ കീഴിൽ കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടോ? മേപ്പോട്ടൊക്കെ പോയി നോക്കണോ ഞാൻ? വേണ്ട. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് കൂടുന്നുണ്ട്. ഒരു പുതിയ നിയമങ്ങളാണ്. വീട്ടിൽ ഷോൾ ഇടാൻ പറ്റത്തില്ല, കഥ തുറന്നിടാൻ പറ്റത്തില്ല, എന്തോ ലിപ്സ്റ്റിക് ഇടാൻ പറ്റത്തില്ല. ഞാനെൻ്റെ വിളിച്ച് കയറി, ഞാൻ ആരെ വിളിച്ച് കയറ്റാനാ? അതോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ ഉണ്ടല്ലോ ഞാൻ. ആരാ? കള്ളനാ. എന്താ ഈ സമയത്തൊക്കെ? ഞാനൊരു പകൽക്കൊള്ളക്കാരനാ. നല്ല ബെസ്റ്റ് ടൈമിങ്. അത് പിന്നെ ജീവിക്കാൻ വേണ്ടി കയറിയതാ. ജീവിക്കാൻ വേണ്ടി കയറാൻ ഇതെന്താ ദുബായിയോ? ദേവിയുടെ ശബ്ദം വെച്ച ആളെ കൂട്ടരുത് പ്ലീസ്. ഞാനായിട്ട് ശബ്ദവും ഉണ്ടാക്കത്തില്ല, ആളെയും കൂട്ടത്തില്ല. നീ ആയിട്ട് ആളെ കൂട്ടാതിരുന്നാ മതി. അയ്യോ, ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. ഇന്നലെയോ വല്ലതും കയറിയാ പോരായിരുന്നോ? കൗതുകം ലേശം കൂടിപ്പോയി. ഞാൻ മിണ്ടത്തില്ല, ചേച്ചി ധൈര്യമായിട്ട് പോട്ടോ. താരേ ഫുഡ് എന്തിയേ? താരേ ഫുഡ് എന്തിയേ? എന്തോടി ഇത്? കഴിക്കാൻ ആഹാരം ചോദിക്കുമ്പോൾ അടിക്കാൻ പെയിന്റ് കൊണ്ട് വെച്ചേക്കുന്നത്? അത് ബക്കറ്റ് ബിരിയാണിയാ. രണ്ടുപേർക്ക് കഴിക്കാൻ കുറച്ച് ബിരിയാണി മതിയല്ലോ, അതിനകത്ത് ഇത്രയും ബിരിയാണി. നീ വേറെ ആർക്കെങ്കിലും ഈ വീട്ടിൽ സദ്യ വിളമ്പുന്നുണ്ടോ ഞാൻ ഇല്ലാത്ത സമയത്ത്? ഇല്ല. താരം ഇവിടെ കൊണ്ടു തന്നെ? ഡെലിവറി ബോയാ. അപ്പൊ ഡെലിവറി ബോയ് വന്നു, വന്നിട്ട് കുറെ നേരം നിന്നു അവനൂടെ? വന്നു പോയി, പെട്ടെന്ന് പോയി. പെട്ടെന്ന് പോയില്ല, അവനോട് വന്നു, ബിരിയാണിയും വിളമ്പി കൊടുത്തു, എന്നിട്ട് അവൻ പോയി. അയാൾക്ക് വേറെ ഓർഡർ ഉണ്ട്. നീ ഇത്ര പെട്ടെന്ന് ഓർഡർ ഒപ്പിച്ചു കൊടുത്തു അവന്? എന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? നീ കൂടുതലൊക്കെ പതിവ്രത യമയാതെ, എനിക്കറിയാം നിന്നെ നല്ലവണ്ണം. ഒരു ബിരിയാണി മേടിച്ചേക്കുന്നു, ഞാൻ വരുമെന്ന് പറഞ്ഞ നമുക്ക് പരിപ്പ് പപ്പടം ഉണ്ടാക്കാനുള്ളതിന്. എന്താടി? ഒന്നുമില്ല. എന്താ? ഒന്നുമില്ല. വേണ്ട വേണ്ട മോളെ. എന്തോടി? എന്താടി? ഈച്ച, ഭയങ്കര ഈച്ച, ഭയങ്കര ഈച്ച, ഭയങ്കര ഈച്ച ശല്യം. ഈച്ച പറക്കും. ഇങ്ങനാണെ നിന്റെ കണ്ണേ കൂടെ പൊന്നീച്ച പറപ്പിക്കുന്നു. ഇത് തുറക്കാൻ പറ്റുന്നില്ല, വല്ല തവിയോ വല്ലതും എടുത്തോണ്ട് പോവാ, കുത്തി തുറക്കാന്. വെള്ളം എടുത്തോണ്ട് പോവാ, പോ. ചേച്ചി അത് വേണം പോകുന്ന വഴി വല്ലതും ഉണ്ടോ ചോദിക്കാൻ വേണ്ടി. പുറത്തോട്ട് പോകാൻ ഒരു വഴിയില്ല, ഇവിടെ നമ്മൾ ലോക്കാ. അയ്യോ, അപ്പൊ ഞാൻ ഇനി പുറത്തോട്ട് എന്തോ ചെയ്യും? പുറത്തോട്ട് പോവാൻ നിർവാഹമില്ല. എന്താ ചാത്തനാണോ?
ചാത്ത എന്നാലും ഒന്നുമാത്രം കുട്ടിച്ചാതന അയാൾ. എടാ നീ ഞാനും ഇല്ല ഇവിടെ ലോക്കാന്ന്. ചേച്ചി കക്കാൻ വന്നേന്നു? ഞാൻ കക്കാൻ വന്നൊന്നുമല്ല, ഞാൻ ഇവിടെ തന്നെയാണ്. അയാൾക്ക് ഭയങ്കര സംശയമാണ്. ഉദാഹരണത്തിന് ഇപ്പം നീ അയാളോട് ഡയറക്റ്റ് എന്ന് പറയുക നീ കള്ളനാണെന്ന്, അയാൾ പറയും നീ എൻ്റെ ചാരനാണെന്ന്, അയാൾ വിശ്വസിക്കത്തില്ല. ഇനി അതും വേണ്ട, നീ അയാളുടെ മുന്നിൽ വെച്ച് മോഷ്ടിക്കുക, അപ്പോഴയാൾ പറയും നീ എൻ്റെ ചാരനാണെന്ന്, വിശ്വസിക്കത്തേ ഇല്ല. ഭയങ്കര പ്രശ്നക്കാരനാണ്. ആ ഒരു കാര്യം ചെയ്യും, ഞാൻ അയാളെ കൊണ്ട് മേളിൽ പോവാം. അപ്പം താഴത്തെ നിലയിലെ മാക്സിമം സാധനങ്ങൾ നീ മോഷ്ടിക്കും. മോഷ്ടിച്ചെല്ലാം ഒരു ചാക്കിനകത്താക്കി ഭദ്രമായിട്ട് ആ മൂലയ്ക്ക് പോയി മിണ്ടാതെ നിന്നോണം കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ വന്ന് രക്ഷിച്ച് തുറന്നങ്ങ് വിടാം. മിണ്ടല്ലേ. പെർമിഷനോടെ കക്കാൻ മൂടില്ലല്ലോ. ഇതോ പോ എന്ത് പാടി? ഓ നിനക്ക് സംശയമില്ലയോ? എന്തോ പോ, നിനക്ക് അതിന് സംശയമില്ലയോ? എടി എനിക്ക് സംശയമല്ല, സ്നേഹം കൊണ്ട് തന്നെയാണ്. ചില സമയത്ത് ഞാനിങ്ങനെ പിന്നെ സ്നേഹം കൊണ്ട് ഇങ്ങനെയല്ലോ വാങ്ങിക്കുന്നത്. എനിക്ക് നിന്നെ ഭയങ്കര 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 ഇഷ്ടം. എനിക്കും ഭയങ്കര 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 ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഈ നെറ്റിയുടെ സൈഡിൽ എന്തൊരു ചുമന്ന പാട്? പാടോ? ഒന്നുമില്ല. കടിച്ച പാടാന്നല്ലോ. ഡെലിവറി ബോയ് എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല? ഇതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയം, അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പോട്ടെ 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 ഇട്ട് കാണോ. ചില സമയത്ത് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞില്ലയോ? നിങ്ങൾ എങ്ങോട്ടേ നോക്കുന്നേ? ഒന്നുമില്ല. ഇനി എന്നെ ഒരിക്കലും സംശയിക്കരുത് കേട്ടോ. ഇല്ല കേട്ടോ? എന്താടി മൂക്കില് താടി കയറി. മൂക്കിൽ താടി കയറി. മുക്കിനകത്ത് താടി ചൂടാ, ഭയങ്കരമായിട്ട് ചൂടാ. പാൻ പറിക്കുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് ചൂടില്ലല്ലോ. ചൂടുണ്ട്. ഇതെന്ത് തലയിൽ അല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്ക് ഭയങ്കര ഭയങ്കര ചൂടെടുക്കുന്നു. ഞാനേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എന്താ നീ എന്തിനാ കണ്ണാക്കിനകത്തോട്ട് വന്ന് കയറുന്നേ? ചാക്ക് എവിടെ? ചാക്ക് ചാക്കോ എന്തിന്? താഴെ വെച്ച് പറഞ്ഞില്ല, ഒരു മൂലയ്ക്ക് ചാക്കിട്ട് പോകണം. എവിടെ കറക്റ്റിരിക്കുന്നു പറഞ്ഞുതരാമോ? കൊള്ളാം. എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം സാധനങ്ങൾ കടിച്ച് മാറ്റാൻ ഒത്താച്ച ചെയ്യുന്നതും പോരാ, നിനക്ക് നീ ചാക്കോടെ ഞാൻ ഒപ്പിച്ചു തരാം. എടാ അയാളുടെ കണ്ണിലെങ്ങാണം പെട്ടാലുണ്ടല്ലോ, വെട്ടി നുറുക്കി കഷ്ണമാക്കി എടുക്കും. എന്നെടാ സാറല്ല ചേച്ചി പൊക്കോ, ഞാൻ കണ്ടുപിടിച്ചോളാം. ചേട്ടാ. എന്താ ചേച്ചി? എടാ നീ പോടാ ചേട്ടാ. ഞാൻ വന്നപ്പോൾ മുതൽ ഇവിടെ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അയ്യോ എന്തുവാടി ഇത്ര അണയ്ക്കുന്നത്? അതോ ഞാനേ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഓടിപ്പോയി വെള്ളം കുടിച്ചിട്ട് വന്ന്. അതിന് വെള്ളം കുടിക്കാൻ പോകുന്നതിന് ഇത്ര അണയ്ക്കാൻ എന്തുവാന്ന്? ചേട്ടനെ കാണാൻ ഓടി വന്നതാ. അതാണപ്പ്. കണ്ടോ ഒരു വെള്ളം കുടിക്കുന്നതിന് വരെ ചേട്ടൻ എന്നെ സംശയമാ. ചുമ്മാ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നത്? എന്തൊരു സുന്ദരനായി താടിയൊക്കെ. അയ്യോ കണ്ണിന് ചുറ്റും കറുപ്പായല്ലോ. ശരിക്കും ഉറക്കമൊന്നും കിട്ടുന്നില്ലല്ലേ? കിടന്നോ നല്ലോണം ഉറങ്ങി എണീറ്റിട്ട് നാളെ നമുക്ക് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാം. ഞാൻ ഉറങ്ങിട്ട് കഴിയുമ്പോൾ ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ എന്റെ കേറിങ്ങിന് വരെ ചേട്ടൻ എന്നെ സംശയമാ. ചക്കരയാ പഞ്ചാരയാ? ഇതുപോലെ ആദ്യം കയറ്റി ഒരു പുട്ടുണ്ടാക്കി തരട്ടെ എണീക്കുമ്പോ? അതോ എന്നൊരു ദോശ ഇട്ടത് വേണോ? കുതിരയ്ക്കും ആടിലൂടെ ക്രോസ് ഉണ്ടായ മൃഗമാണ്. അതല്ല ചേട്ടാ, പൊന്നാരാ
ഭയങ്കര സംശയമാ, എപ്പോഴും സംശയമാ. അങ്ങനൊന്നും ഇല്ല. ഏതാ നീ കാവി കളറുള്ള നെല്ല്? കാവിക്കളറുള്ള നെടലോ? അതെനിക്കറിയത്തില്ല, പുതിയ ടെക്നോളജി ആയിരിക്കും. അമ്മയുടെ പൊന്നാടാ. നിന്റെ അച്ഛൻ്റെ അച്ഛൻ. ഈ ടെക്നോളജി ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം കേട്ടാ. അയ്യോ, എന്താണ്? അപ്പൊ അവൻ ഈ റൂമിലുണ്ട്. രാവിലെ ആടി അതേ ആട്ടം. ലൈറ്റ് വെച്ച് മങ്ങാത്തൊലി. മൗന ചക്കടി ആര്? അന്റെ പണ്ടാരി ആര്? എന്റെ മാമോട്ട് ആര്? എന്റെ മുഖത്ത് നോക്കാൻ വയ്യ അവക്ക്. ആരാടാ നീ? കള്ളൻ. നിന്നോട് ചോദിച്ചോ? നീ പറയടാ. കള്ളൻ. കള്ളൻ, കള്ളൻ, നിന്റെ മനസ്സ് കെട്ട കള്ളൻ, നിന്റെ ഹൃദയത്തിൽ കയറി ഒളിച്ച കള്ളൻ. ഞാനോരടിയപ്പോ തള്ള ഈ വീട്ടിൽ പ്രേതമുണ്ടോ? പ്രേതമുണ്ട്, പ്രേതമുണ്ടാ. നിന്നെ ഞാൻ ഇപ്പോഴങ്ങ് തീർക്കും. അപ്പൊ നീ ഇവിടെ പ്രേതമായിട്ട് വരും. നീ എത്ര മണിക്കാണ് അതിനകത്ത് കയറിയത്? 11:30 ആയപ്പോ. നിന്നോട് ചോദിച്ചോ? നീ പറയടാ. ആ സമയത്താ കയറിയത്. തള്ളേ, ഈ വീട്ടിൽ വേറൊരു പ്രേതമുണ്ട്. അതെ, പ്രേതമുണ്ട്, വേറെ പ്രേതമുണ്ട്. ഞാനിപ്പോ ഇവിടെയും കൂടെ അങ്ങ് തീർക്കും. അപ്പൊ ഇവിടെ വീണ്ടും പ്രേതമായിട്ട് വരും. അതല്ലെന്ന്, ഈ വീട്ടിൽ നമ്മൾ 3 പേരും അല്ലാതെ വേറൊരു പ്രേതം കൂടെ ഉണ്ട്. ഓ, അങ്ങനെയുണ്ടോ? ആരാടി അടുത്ത ആളെ നീ കയറ്റി ഒളിപ്പിച്ചേക്കുന്നത്? കള്ളൻ, പ്രേതം, ഡോക്ടർ, മേശിരി, പ്ലംബർ, എന്ത് പാടിയത്? ബോളിവുഡോ? ആരാടിയത്? ഞാനാ. എന്തുവായത്? എന്തുവായത്? പ്രേതം. ആരുടെ പ്രേതം? നിങ്ങൾ തള്ളേ. ഞാൻ നല്ല പച്ച മനുഷ്യനാ, നല്ല പച്ച മനുഷ്യൻ. ഓഹോ, അപ്പൊ ഈ മൂലക്കൂരി മറക്കാൻ വേണ്ടിയില്ലേ ആ മോക്കൂരിനെ കുറ്റം പറഞ്ഞത്? ഇവിടെ തനിക്ക് നാണോ ഇല്ലോടോ? ഇത്ര നല്ലൊരു ചേച്ചി മരക്കാൻ തിരിച്ചിട്ട് ഈ സെറ്റപ്പിനെ വിളിച്ചകത്ത് ഒളിപ്പിച്ചോക്കെ. ആരുടെ സെറ്റപ്പ്? തള്ള നിങ്ങളല്ല, നിങ്ങള്. ഇല്ല, അവള് സെറ്റപ്പ്. ഞാൻ ഇങ്ങനെ ഭാര്യ, ഇങ്ങനെ താലി എന്റെ കൈത്തെ കിടക്കുന്നത്. കുറെ നാളായി ഞാൻ ഇങ്ങനെ പൊക്കാൻ നടക്കുക. ഇന്ന് രാവിലെ ഓഫീസിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയ മനുഷ്യനാ. ഇങ്ങനെ പുറകെ ഞാൻ വെച്ചു പിടിച്ചു. അതുകൊണ്ട് ഇന്ന് ഇവിടെ വരെ എത്തി. ഇല്ലായിരുന്നു കാണുമായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞ രണ്ടിനെയും ഞാൻ പൊക്കുവന്ന്. അല്ല, അപ്പൊ ഇത് ആരുടെ വീടാ? ഈ വീട് ചിന്ന വീട്. എടി രേഖേ, നീ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടു. എന്നാലും ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുക. കള്ളനെന്ന് പറഞ്ഞ ഇവളുടെ ചാരനുമായിട്ട്
നിനക്ക് ബാത്റൂമിൽ എന്തുവായിരുന്നു സെറ്റപ്പ്? Ready?